السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام، وأفضل الصلاة وأتم السلام على سيدنا محمد خير الأنام وعلى آله وأصحابه الكرام. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര പേരാണ്, എത്ര മഹാന്മാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തിട്ടുള്ളത്. സഹാബത്തുകളുടെ കൂട്ടത്തിൽ എത്ര പേരാണ് റസൂലുള്ളാഹിനെ സ്തുതിച്ച് പാടിയിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഠിന ശത്രുവായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുകയും എടങ്ങറാക്കുകയും ചെയ്ത കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊന്നുകളയണമെന്ന് ഓർഡർ കൊടുക്കപ്പെട്ട ചില വ്യക്തികളുടെ കൂട്ടത്തിൽ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അങ്ങനെ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ബുജൈർ ഒരു കത്തയച്ചു സഹോദരൻ കഅബ് ഇബ്നു സുഹൈറിനിക്ക്. ഇൻ കാന ലക ഫീ നഫ്സിക ഹാജത്തുൻ ഫസിർ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ നഫ്സിന് നിനക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ, നീ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് പോയിക്കോ. ഫഇന്നഹു ലാ യഖ്തുലു മൻ ജാഅ തായിബ. ഖേദിച്ച് മടങ്ങിക്കൊണ്ട് ചെല്ലുന്ന ആളെ റസൂലുള്ള കൊല്ലുകയില്ല. വഇല്ലാ ഫൻജു ഇലാ നജാതിക്. അങ്ങനെ അല്ലെങ്കിൽ നീ രക്ഷപ്പെടാനുള്ള മാർഗം നോക്കിക്കോ. ഫഇന്നഹു വല്ലാഹി ഖാതലക്. തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹനെ തന്നെ നിന്നെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് സഹോദരൻ ബുജൈർ കഅബ് ഇബ്നു സുഹൈറിനിക്ക് സന്ദേശം നൽകി. ഒരു കവിതാരൂപത്തിൽ അയച്ചു. വിഫാഖു കഅബു ബുജൈരിൻ മുൻഖിദുൽ ലക മിൻ തഅജീലി തഹ്ലുകത്തിൻ വൽ ഖുൽദി ഫീ സഖറാ. കഅബേ, ബുജൈറിനോട് യോജിക്കുക, ഞാൻ മുസ്ലിമായതുപോലെ നീ മുസ്ലിമായാൽ മുൻഖിദുൽ ലക മിൻ തഅജീലി തഹ്ലുകത്തിൻ, പെട്ടെന്ന് നശിക്കുന്നതിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്നതാണ്. വൽ ഖുൽദി ഫീ സഖറാ, നരകത്തിൽ സാക്ഷതമാവുന്നതിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞിട്ട് സഹോദരൻ ബുജൈർ കഅബ് റളിയല്ലാഹു അൻഹുവിന് സന്ദേശം നൽകിയപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് അറിയിക്കാത്ത രൂപത്തിൽ മുഖമെല്ലാം മൂടിക്കൊണ്ട് ആളെ മനസ്സിലാക്കാത്ത രൂപത്തിൽ വന്നു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ കയ്യിൽ അവരുടെ കൈ വെച്ചതിന് ശേഷം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന കഅബ ഇബ്നു സുഹൈർ ഖദ് അതാ മുസ്തഅ്മിനൻ തായിബ. കഅബ് ഇബ്നു സുഹൈർ സുരക്ഷ തേടിക്കൊണ്ട് വന്നിട്ടുണ്ട്, തൗബ ചെയ്ത് വന്നിട്ടുണ്ട്. അവർക്ക് തങ്ങൾ സുരക്ഷ നൽകുമോ? എന്നാൽ ഞാൻ അവനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. മൂപ്പര് തന്നെ പറയണത്, പക്ഷേ മൂപ്പര് മുഖം മറച്ച് മൂപ്പരാണെന്ന് അറിയിക്കാത്ത രൂപത്തിലാണ്.
ഖാല ഹുവ ആമിൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ സുരക്ഷിതനാണ് എന്ന് പറഞ്ഞു. ഫഹസറ അൻ വജിഹിഹി, അപ്പം മുഖത്തിൽ നിന്നത് തട്ടിമാറ്റി, മുഖത്തിൽ നിന്ന് ആ മറയെല്ലാം നീക്കി വസ്ത്രം മാറ്റിയതിന് ശേഷം പറഞ്ഞു, ഫി അബീ അൻത ഉമ്മി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ തങ്ങൾ എൻ്റെ വാപ്പയെ കൊണ്ടും എൻ്റെ ഉമ്മയെ കൊണ്ടും ദണ്ഡം ചെയ്യപ്പെടുന്ന ആളാണ്. തങ്ങൾക്ക് വേണ്ടി വാപ്പയെയും ഉമ്മയെയും സമർപ്പിക്കാൻ തയ്യാറാണ് എന്നെല്ലാം പറഞ്ഞു. അന കഅബ് ഇബ്നു സുഹൈർ, ഞാനാണ് കഅബ് ഇബ്നു സുഹൈർ. ഫഅമ്മിൻഹു യാ റസൂലല്ലാഹ്, അതുകൊണ്ട് കഅബിന് സുരക്ഷ വേണം അള്ളാഹിൻ്റെ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ കവിത ചൊല്ലി. നിമിഷ കവികളാണല്ലോ അവർ. മഹാനവറുകൾ കവിത ചൊല്ലിത്തുടങ്ങി റസൂലുള്ളാഹിനെ മദഹ് ചെയ്തുകൊണ്ട്. വാനത്ത് സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ നിസ്റഹാ ലം യുഫ്ദ മക്ഹൂലു. ആദ്യം ഒരു പെണ്ണിനെ പ്രേമിക്കുകയാണ് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഒരവതരണം. റസൂലുള്ളാഹിൻ്റെ മഹബത്താണ് പറയുന്നതെങ്കിലും അതേ ശൈലിയിലാണ് അവരുടെ കവിത തുടങ്ങുന്നത്. ഒരു പെണ്ണിനോടുള്ള പ്രേമം പറഞ്ഞിങ്ങനെ, അത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തുകയാണ്. അങ്ങനെ ആ കവിത, ബാനത്ത് സുആദ് എന്ന് പറയുന്ന ആ കവിതാ ശകലങ്ങൾ, ആ കവിതാ സമാഹരണം, അത് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ വെച്ച് ചൊല്ലിയതാണ്. അങ്ങനെ അവിടെ വെച്ച് അങ്ങനെ വരികൾ ചൊല്ലി റസൂലുള്ളാഹിനെ മദഹ് ചെയ്ത്, ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. തീർച്ചയായും അല്ലാഹുവിൻ്റെ റസൂല് ലസൈഫുൻ യുസ്തളാഉ ബിഹി, പ്രകാശിക്കുന്നവൾ വാളാണ്. മുഹന്നദും മിൻ സുയൂഫില്ലാ, അള്ളാഹിൻ്റെ വാളുകളിൽപ്പെട്ട, ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട വാളാണ്. മസ്ലൂലുൻ, ഊരപ്പെട്ട വാളാണ്. അത്രക്കും പ്രകാശിക്കുന്ന വാളാണ്, വാള് പോലെയാണ് എന്ന് പറഞ്ഞ്, ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട വാള്. അന്നാണ് ഇന്ത്യക്ക്, അന്നും നമ്മളെ ഇന്ത്യ അറിയപ്പെടുന്നുണ്ട്. ആ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട വാളിന് പ്രത്യേക തിളക്കവും കാര്യം, വളരെ മുന്തിയ വാളാണ്. ആ നിലക്കാണ് ആ വാളിനെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടത് എന്ന് പറഞ്ഞത്. അങ്ങനെ ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശരീരത്തിലുണ്ടായിരുന്ന ഷാള് അത് മഹാനവറുകൾക്ക് എറിഞ്ഞു കൊടുത്തു, സമ്മാനിച്ചു എന്ന് ചരിത്രം പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രശംസിച്ചതിനെ, അംഗീകാരം കൊടുത്തതിന് സമ്മാനം കൊടുക്കുകയാണ്, അവിടുത്തെ ഷാള് സമ്മാനിച്ചുകൊണ്ട്. അങ്ങനെ കഅബ് റളിയല്ലാഹു തആല അൻഹുവിന് ആ റസൂലുള്ള സമ്മാനിച്ച ആ ഷാള്, ആ പതപ്പ്, അത് വാങ്ങാൻ വേണ്ടി മുആവിയ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെ സമീപിച്ച്, അപ്പം ആ സമയത്ത് പറഞ്ഞത്, മഹാനവറുകൾ പറഞ്ഞത്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ തൗബാണ്, അതുകൊണ്ട് ഞാൻ ആരെയും തിരഞ്ഞെടുക്കൂല, എനിക്ക് തന്നെ വേണത് എന്ന് പറഞ്ഞു. ഞാൻ ആർക്കും അത് കൊടുക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവറുകൾ ജീവിതകാലത്ത് മഹാനവറുകൾ തന്നെ അത് സൂക്ഷിച്ചു, ആർക്കും വിട്ടുകൊടുത്തില്ല. അങ്ങനെ കഅബ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു വീണ്ടും അവരുടെ അവകാശികളടുത്തേക്ക് ആളെ അയച്ചു. 20,000 ദിർഹം കൊടുത്തിട്ട് അത് കൈവശപ്പെടുത്തി എന്നാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അങ്ങനെ പിന്നെ അത് മുആവിയ ബനൂ ഉമയ്യ ഖലീഫമാരിൽപ്പെട്ട അവരുടെ
ആൾക്കലേക്കൊക്കെ ആ പുതപ്പ് പിന്നെ നീങ്ങി ഓരോരുത്തർ കൈവശം വെത്ത് ഓരോരുത്തരൊക്കെ പിന്നെ കുത്തുബോധന സമയത്തൊക്കെ പെരുന്നാളിലും മറ്റും ജുമാക്കുകളിലൊക്കെ അവരുടെ മേൽവസ്ത്രമായി അത് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ചരിത്രം പറയുന്നു. ഏതായാലും ഇതിലിപ്പോൾ നമുക്ക് പറയാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മദഹ് പുകഴ്ത്തി പാടിയപ്പോൾ റസൂലുള്ള അവിടുത്തെ ഷാള് കൊടുത്തുകൊണ്ട് സമ്മാനിച്ചുകൊണ്ട് അതിന് സന്തോഷം പ്രകടിപ്പിച്ചു എന്നാണ്. അപ്പോൾ മദഹ് പറയുന്നവർക്ക് സമ്മാനം കൊടുക്കലും എല്ലാത്തിനും തെളിവുണ്ട്. ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മാതൃകയുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എത്ര ആളുകളാണ് റസൂലുള്ളാഹിയെ മദഹ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതല്ലേ ബുർദ എന്ന് പറയുന്ന ആ കവിത ലോക പ്രശസ്തി നേടിയ കവിതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി മുഹമ്മദുൽ ബൂസൂരി മഹാനവറുകൾ രചിച്ച കവിതയാണല്ലോ അത്. അവർക്ക് തളർവാദം പിടിപെട്ടപ്പോൾ അതിൽ നിന്ന് ശിഫാ ആഗ്രഹിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ മദഹ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അങ്ങനെ റസൂലുള്ള സ്വപ്നത്തിൽ വന്നുകൊണ്ട് അവർക്ക് ഇതുപോലൊരു ഷാള് സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് ബുർദ എന്ന് പറയുന്നത് എന്നുകൂടി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ബുർദ എന്ന് പറയാനുള്ള കാരണം റസൂലുള്ള സ്വപ്നത്തിലൂടെ റസൂലുള്ളാഹിന്റെ കാലത്തല്ല, ഹിജറ 600 കാലത്താണ് അവർ ജനിച്ച വഫാത്തായിട്ടുള്ളത്. അപ്പോൾ അവരെ ആ സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് അതിന് പ്രശംസ അറിയിച്ചുകൊണ്ട് ഷാൾ അണിയിച്ചു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ബുർദ എന്ന് പറയുന്നത്. ആ പേര് തന്നെയാണ് ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ളത്. പക്ഷേ ബുർഉദ്ദാ എന്നൊരു പേരും കൂടി അതിനുണ്ട്. ബുർഉദ്ദാ എന്ന് പറഞ്ഞാൽ അത് രോഗശമനത്തിൻ്റെ കവിതാശലകം. അതുകൊണ്ട് മഹാനവറുകളുടെ കുഴവാദം അത് സുഖമായി റസൂലുള്ളാഹിനെ മദഹ് രചിച്ച കാരണത്താൽ എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെയാണ് അതിന് ബുർഉദ്ദാ എന്ന് പേരുണ്ട്. രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്, ബുർഉദ്ദാ എന്നും ബുർദ എന്ന പേരും. പക്ഷേ ബുർദ എന്ന പേരാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ലോക ജനതകൾ മുസ്ലിമീങ്ങൾ അതിപ്പോഴും എല്ലാ സമയത്തും പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസത്തിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്, ആലാപനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ബുർദ കവിതകൾ. വളരെ അങ്ങേയറ്റം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിൽ മഹാനവറുകൾ പുകഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ എത്ര ആളുകളാണ് ഇനിയും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അല്ലാഹു ഒരു സാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. റഹ്മാനായ റബ്ബേ, നിൻ്റെ ഹബീബിൻ്റെ മദഹ് പറയാൻ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അത് കാരണമായി ഞങ്ങളെ നീ ഈ ലോകത്തും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാൻ റബ്ബേ, ഫലസ്തീൻ ജനതയെ റബ്ബേ നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അവരെ ജീവിതം വളരെ ദുസ്സഹമാണ് റബ്ബേ, അവരവസ്ഥ വളരെ മോശമാണ് റബ്ബേ, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. നീ പിന്തിരിപ്പിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. നിൻ്റെ ഹബീബിൻ്റെ ഉമ്മത്തിന് റബ്ബേ നീ സഹായിക്കണേ അല്ലാഹ്. നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല മുറാദുകളും ഹാസിലാക്കാൻ വേണ്ടി പറഞ്ഞ് ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.